മേയറെ നാട്ടുകാർ കയറി മേയുന്നു. i2 ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ് ജനങ്ങളുടെ പ്രതികരണങ്ങൾ. മേയറെ സോഷ്യൽ മീഡിയയിൽ പൊങ്കാല ഇടുന്നത് കാട്ടി കോർപ്പറേഷൻ സെക്രട്ടറി മ്യൂസിയം പോലീസിന് പരാതി കൊടുത്തു. ആര് കേസ് കൊടുത്താലും അന്തം കമ്പനി നുണച്ചി മേയറെ ഞങ്ങൾ പൊങ്കാല ഇടുമെന്ന് പറഞ്ഞ് ജനങ്ങളും. KSRTC ബസ് ചേസ് ചെയ്ത് തടഞ്ഞു നിർത്തി കെട്ടിയവനും മൊത്തം നടുറോഡിൽ പട്ടിഷോ കാണിച്ച അന്തം കമ്പനി കഴിഞ്ഞ ദിവസം നടന്ന കൗൺസിൽ മീറ്റിംഗിൽ ഏങ്ങലടിച്ച് കരയാതിരിക്കുവാൻ പാടുപെട്ടു. ഒരു മറുപടി പറയാനും ശ്രമിച്ചു. ഇതൊരു പ്രശ്നം തന്നെയാണ്. ആ പ്രശ്നത്തിൽ മേയർ ആര്യ രാജേന്ദ്രൻ മാത്രമല്ല, അതിനപ്പുറം എന്റെ സഹോദരൻ, എന്റെ സഹോദരന്റെ ഭാര്യ, മറ്റൊരു സഹോദരൻ, എന്റെ ഭർത്താവ് അടങ്ങുന്ന എന്റെ കുടുംബമുണ്ട്. ആ കുടുംബം പ്രതികരിക്കുന്നത് ഒരു തെറ്റായ സന്ദേശം ഈ നാട്ടിൽ വരാതിരിക്കാൻ വേണ്ടിയാണ്. മേയറെ പ്രതികരിച്ചതിനല്ലല്ലോ പ്രശ്നം, റോഡിൽ കിടന്ന് പട്ടിഷോ കാണിച്ചതല്ലേ ഇവിടെ വിഷയമായത്. ആ പ്രതികരണത്തിൽ എന്നും ഉറച്ചു നിൽക്കുമെന്ന് തന്റെ ഇടത്തോടുകൂടി ഞാൻ പറയും. കാരണം അങ്ങനെ എന്നെ നിയന്ത്രിച്ച് ഏതെങ്കിലും ഘട്ടത്തിൽ നമുക്കൊരു പ്രയാസം വന്നാൽ പ്രതികരിക്കാതെ നീ വളരണം, നീ ത്യാഗിനിയായി, നീ എല്ലാം സഹിക്കുന്നവളായി വളരണം എന്ന് പഠിപ്പിച്ച പ്രസ്ഥാനത്തിന്റെയോ എന്ന് പഠിപ്പിച്ച കുടുംബത്തിന്റെയോ ഭാഗമല്ല ഞാൻ. ഡ്രൈവർ യദുവിന് നീതി ലഭിക്കുന്നിടം വരെ, അദ്ദേഹത്തിനെതിരെയുള്ള പരാതികൾ പിൻവലിച്ച് തിരികെ ജോലിയിൽ പ്രവേശിക്കുന്നിടം വരെ പൊങ്കാല തുടരും എന്നാണ് ജനങ്ങളുടെ തീരുമാനം. അതുപോലെ i2 ന്യൂസിന്റെ പ്രേക്ഷകരായ UK-യിലുള്ള നിഷ എസ് മാത്യു ഡ്രൈവർ യദുവിന് ഒരു മാസത്തെ അദ്ദേഹത്തിന്റെ ശമ്പളമായി 25,000 രൂപ നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പിന്നാലെ അറിയിക്കുന്നതാണ്. ഇനി ജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക്. മിനി എന്നാണ് എന്റെ പേര്. ഞാൻ മാഞ്ചസ്റ്ററിൽ നിന്ന് വിളിക്കുകയാണ്. ഞാൻ ഈ ഡ്രൈവറിന്റെ ഈ പ്രശ്നം ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് TV-യിൽ കണ്ടുള്ള പരിചയം അറിവേ ഉള്ളൂ ഞങ്ങൾക്ക്. സാറേ, അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് 100-150% ഒരു മിസ്റ്റേക്കും ഇല്ല ഡ്രൈവറിന്റെ കയ്യിൽ. കാരണം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർ CCTV ക്യാമറ കൊണ്ട് അവർ ചേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യവും കിട്ടും. പക്ഷെ ഇതിപ്പോഴും ആ ആൾക്ക് ഡ്യൂട്ടി കയറണ്ടെന്ന് പറയുന്ന നമ്മുടെ ന്യായം എന്ത് ന്യായമാണ് സാറേ നമുക്കുള്ളത്? അവർക്ക് എന്ത് ന്യായമാണ് ഇവർക്കെതിരെ ഉള്ളത്? ഒരു കാര്യവുമില്ല. പിന്നെ ഇവർക്ക് ഈ ആര്യ എന്ന് പറയുന്ന അവർ മേയർ ആയതുകൊണ്ട് അവർക്കെതിരെ ആക്ഷൻ ഒന്നും എടുക്കരുതെന്ന് നിർബന്ധമുണ്ടോ? ഒന്നുമില്ലല്ലോ സാറേ. നിയമം എല്ലാവർക്കും ഈക്വൽ ആയിരിക്കണം. എല്ലാവർക്കും നിയമം ഈക്വൽ ആയിരിക്കണം. അതായത് നമ്മൾ റോഡിൽ പണി ചെയ്യുന്നവരും വീട്ടുവേല ചെയ്യുന്നവരും ഓഫീസിലിരുന്ന് പണി ചെയ്യുന്നവരും ഹോസ്പിറ്റലിൽ പണി ചെയ്യുന്നവരും എല്ലാവർക്കും ഈക്വൽ ആയിട്ട് നിയമങ്ങൾ പോകണം. അതായിരിക്കണം നമ്മുടെ നിയമങ്ങൾ. ഇതൊരിക്കലും ഇത് വരാൻ പാടില്ല. ആ പാവം പിടിച്ച ഡ്രൈവറിന്റെ എതിരെ എല്ലാവരും കൂടെ എന്തെല്ലാം വ്യവസ്ഥകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അവന് ജോലിക്ക് കയറാൻ പറ്റത്തില്ല. അവന് ജോലിക്ക് കയറാൻ പറ്റത്തില്ലെങ്കിൽ അവൻ എങ്ങനെ അവന്റെ വീട് പുലർത്തുന്നേ? അവള് ജോലിക്ക് കയറിയില്ലെങ്കിൽ അവൾക്ക് കുഴപ്പമില്ല, അവൾക്ക് ജോലിക്ക് കയറാം. അവളും അവിടെ കൂട്ടരും എല്ലാവരും കൂടി ഇത്രയും പ്രോബ്ലം അവർക്ക് ഉണ്ടാക്കിയിട്ട്, ആര്യ എന്ന് പറഞ്ഞ ആൾക്ക് പിന്നെ ഡ്രൈവറിന് പ്രോബ്ലം ഉണ്ടാക്കിയിട്ട് ഇവർ വലിയ ആള് കളിക്കുന്നു. ഇതെന്താ സാറേ ഇത്രയും നാളായിട്ട് ഇവരെന്താ സാറേ ഇവർക്കെതിരെ ഒരു കേസ് എടുക്കാത്തത്? ഇവർക്കെതിരെ എന്തുകൊണ്ട് കേസ് എടുക്കാത്ത? ഇപ്പം നടന്നിട്ടിപ്പോ 1-2 ദിവസമായില്ലേ സാറേ? ഒരു എന്താ സാറേ ഇവർക്കെതിരെ എന്തുകൊണ്ടാണ് ഒരു കേസ് എടുക്കാത്തത്? അത് നമുക്ക് അറിയേണ്ട തന്നെ കാര്യമാണ്. ആ ഡ്രൈവറിന്റെ കയ്യിൽ ഒരു തെറ്റുമില്ല. അതിന്റെ പിന്നെ വണ്ടിയിൽ ക്യാമറ ഉണ്ടല്ലോ സാറേ, അത് എന്തുകൊണ്ടാണ് ഇവരത് ചെക്ക് ചെയ്യാതെ? എന്തുകൊണ്ടാണ്? അത് മുക്കാനുള്ള ഒത്തിരി ചാൻസുകളുണ്ട്. അതുകൊണ്ട് അത് മുക്കുന്നതിന് മുമ്പ് തന്നെ ആ ഡ്രൈവറിന്റെ അതായത് ബസ്സിലുള്ള ക്യാമറകൾ ചെക്ക് ചെയ്യണം സാറേ. അത് ചെക്ക് ചെയ്താലേ അതിന്റെ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. പൂർണ്ണമായിട്ട് ഇത് മനുഷ്യരെല്ലാരും ഇതിനെതിരെ പ്രതികരിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ഞാൻ സനൽകുമാർ, തിരുവല്ല. പക്കാ തോന്നിയാസം. അതിനാൽ 2 കാര്യങ്ങൾ ആ ഡ്രൈവറെ രക്ഷിക്കേണ്ടത്. ഒന്ന്, അവരുടെ ലൈറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടായിരുന്നുണ്ടെങ്കിൽ പോലീസായിട്ട് കൊടുത്തന്നെ. പുള്ളി ആരാന്ന് ഇന്ന് മമ്മൂട്ടിയെ മോഹൻലാലിനെ പോലും അറിയാത്ത കാര്യങ്ങൾ ഇവിടെ ഉള്ളവരുണ്ട്. ഇവിടെ കാണിച്ചത് വെറും ദാക്ഷ്യം എന്ന് പറഞ്ഞാൽ തന്തയില്ലാരിയ എന്ന് പറയും നമ്മുടെ ഭാഷയിൽ. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഡ്രൈവർ ഡീസന്റ് ആണ്, പുള്ളിയെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ ഒരു വാഹനത്തിന്റെ ലൈറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പോലീസായിട്ട് കൊടുത്തന്നെ.
ഒക്കെ അറിഞ്ഞാണ്. അതെ, അതെ. പിന്നെ ഇത്രയും ദൂരം ഓടിക്കൊണ്ടിരിക്കുന്ന വ്യക്തി ഇത്രയ്ക്കുന്ന പാസഞ്ചർ ഡ്രൈവിങ്ങിനെ പറ്റി കംപ്ലൈന്റ് ചെയ്തിട്ടില്ല എങ്ങും. ഇത്രയും ലോങ് ഓടി വരുന്ന ഇത്രയും പാസഞ്ചർ പലയിടത്ത് ഇറങ്ങിയവരുണ്ട്. ആ ഡ്രൈവിങ്ങിനെ പറ്റി ഒരു വണ്ടിയിലും മുട്ടിയിട്ടില്ല. പുള്ളി പല പ്രാവശ്യവും ഇത്രയും വർഷവും വണ്ടി ഓടിക്കുന്ന വ്യക്തിയാണ്. ഇത്രയും വർഷവും വണ്ടി ഓടിക്കുന്നു. ഇത്രയും വർഷം വന്നപ്പോൾ ഈ പാസഞ്ചർക്ക് പോലും ഇങ്ങനെ ഓവർടേക്കിങ്ങോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒന്നും ബോധ്യപ്പെട്ടിട്ടില്ല മോശമായിട്ടുള്ള രീതിയിൽ. ഇത് തീർച്ചയായിട്ടും അവരുടെ അഹങ്കാരമാണ്. മേലാൽ ഇത് കാണിക്കല്ലേ, നമ്മൾ പ്രതികരിക്കും. എന്റെ പേര് ഗീതയാണ് സാർ. ശക്തമായിട്ട് ജനങ്ങളും മാധ്യമങ്ങളും ഇതിനെ എതിർക്കണം. കാരണം ഇവർക്കൊക്കെ ഒരു ഹുങ്കുണ്ട്. കാരണം ഇന്ന പദവിയിൽ ഇരിക്കുകയാണ്, അപ്പൊ എന്ത് തോന്നിവാസവും കാണിക്കാം. അതൊരിക്കലും സമ്മതിക്കരുത്. കാരണം ഞങ്ങളും ഈ നാട്ടിൽ ജീവിക്കുന്നവരല്ലേ. ഈ സാധാരണക്കാർക്ക് ഒരു നീതിയും കിട്ടാറില്ല. ഇത് തന്നെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വോട്ട് ചെയ്യുമ്പോഴത്തേനും നമ്മൾ പാർട്ടി നോക്കിയല്ല വോട്ട് ചെയ്യാനുള്ളത്, നമ്മൾ ആ വ്യക്തിയെ നോക്കിയാണ് ശരിക്കും നമ്മൾ വോട്ട് ചെയ്യാനുള്ളത്. ഇപ്പം അവരൊരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്നവരാണ്. അപ്പം അവർക്ക് സാധാരണക്കാരുടെ കാര്യങ്ങൾ മനസ്സിലാവൂ എന്ന് വിചാരിച്ചാണ് എല്ലാവരും വോട്ട് ചെയ്തു കൊടുത്തത്. എന്നിട്ട് അവർ കാണിക്കണ എന്തോന്നാണ് കള്ളത്തരം പറയണത്. ആ പാവം മനുഷ്യനെ എന്തൊക്കെയാണ് ചെയ്യണത്. ഒരു ബസ്സിൽ ഞാനും 4 വീലർ ഓട്ടിക്കുന്ന ഒരു വ്യക്തിയാണ്. കാറിൽ ഇരുന്ന ഒരിക്കലും ഒരു ഡ്രൈവർ എന്താണ് കാണിക്കുന്നത് നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ ഇയാള് ലഹരി പദാർത്ഥം ഉപയോഗിച്ചു എന്ന് പറയണേ. ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇവരെ കാണുമ്പോൾ എന്ത് കവറങ്ങ് എടുത്തിടാൻ പോണതാണ്. നമ്മുടെ നാട് ഇത് എങ്ങോട്ടാണ് പോണത്? എന്റെ പേര് രാജേഷ് എന്നാണ്. നമ്മുടെ തമിഴ്നാടാണ്. സാധാരണക്കാരന്റെ പുറത്ത് അധികാരം വെച്ച് അടിച്ചേൽപ്പിക്കാമെന്ന് വിചാരിക്കുന്നതെല്ലാം കള്ളം എന്തായാലും പൊളിയുന്നല്ലോ. അത് നമുക്ക് വളരെ അഭിമാനിക്കുന്ന ഒന്നാണ്. അപ്പൊ അതില് സാർ ഇതിന്റെ മീഡിയയിലൂടെ കൊണ്ടുവന്നതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഡ്രൈവർ ജോലി ഞാനും ചെയ്ത ഒരു വ്യക്തിയാണ്. അപ്പൊ എന്റെ അടുത്താലും എല്ലാരും ഡ്രൈവറിന്റെ പുറത്ത് കയറണയാണ്. ഇപ്പൊ ഇതുപോലെ സൈഡ് കൊടുക്കല്ലേ, പുള്ളിക്കാരൻ ഒരു തെറ്റും ചെയ്ത ആളല്ലേ. സൈഡ് കൊടുക്കാതിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വണ്ടിയും കൊണ്ട് ഇങ്ങനെ നിർത്തിയിട്ട് അങ്ങനെ നിറാവശ്യമായിട്ടൊന്നും സംസാരിക്കേണ്ട ആവശ്യമൊന്നും ആർക്കും ഇല്ല. അതാ രാത്രി ഡേ നൈറ്റ് വണ്ടി ഉറക്കം വിളിച്ച് ഓടിക്കുമ്പോൾ അറിയാം അതിന്റെ ബുദ്ധിമുട്ട് എങ്ങനെയാണുള്ളത്. അത് ഇവർക്ക് അറിയില്ല. കാരണം ഇത്രയും 8 മണിക്കൂർ വണ്ടി ഓടിച്ചു പറഞ്ഞ ആൾക്ക് ഇപ്പൊ ഇവരുടെ വണ്ടി സൈഡ് കൊടുത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംബുലൻസ് പോലും അല്ല ഒരു കാർ. ഇത് നോർമലായിട്ടൊരു കാർ വരുന്നു. അത് ഇവർക്ക് ഇപ്പം നമുക്ക് MLA ആണോ മേയറാണോ എന്നുള്ളതൊന്നും അല്ലല്ലോ കാരണം. അപ്പൊ എന്തായാലും എനിക്ക് സാറിന്റെ ഇതുവഴി കൊണ്ടുവന്നതിൽ എനിക്ക് നല്ല ഇതുണ്ട്, നല്ലൊരു സന്തോഷമാണ്. ഇനി സാർ ഇതുപോലത്തെ നല്ല ഒരുപാട് ഇത് ചെയ്യുക. എൻ്റെ പേര് KP ജേക്കബ് ചെന്നിത്തല. തിരുവനന്തപുരം മേയറും മേയറുടെ ഭർത്താവായ MLAയും കൂടെ തിരുവനന്തപുരത്ത് ഒരു KSRTC ഡ്രൈവറുടെ നേരെ കാട്ടിക്കൂട്ടിയ കോമാളിത്തരങ്ങളെല്ലാം കണ്ടും കേട്ടും അങ്ങയുടെ ചാനലിൽ പ്രക്ഷോഭണം ചെയ്തതുമായി ബന്ധപ്പെട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു മനുഷ്യത്വമില്ലാത്ത ഒരു സ്ത്രീയും അവരുടെ ഭർത്താവും തൃശ്ശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ദീർഘദൂര യാത്രക്കാരുമായിട്ട് KSRTCയുടെ വാഹനം ഓടിച്ചുകൊണ്ട് പോയ ഒരു പാവം പിടിച്ചവനെ വഴിയിൽ തടഞ്ഞു നിർത്തി ലൈംഗിക ചേഷ്ട കാണിച്ചു എന്നും പറഞ്ഞ് സീബ്ര ക്രോസിന് കുറേ വണ്ടി ഇട്ട് കാട്ടിക്കൂട്ടിയ കോമാളിത്തരങ്ങളും ഇത് ഈ സാധാരണക്കാരായ ജനങ്ങൾ കണ്ടതുപോലെ തന്നെ ഞാനും കാണുവാനായിട്ട് ഇടയായി. ഈ മേയർക്ക് എന്താണ് അധികാരം? രാത്രി 12 മണിക്ക് ഈ മേയർക്ക് എന്താ അധികാരം? റോഡിലെ അവിടെ ഭർത്താവ് അകത്ത് കയറി യാത്രക്കാരെയെല്ലാം ഇറക്കി വിടുവാൻ അധികാരം ഇവൻ എവിടെ നിന്ന് കിട്ടി? ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഇവള് ഭരിക്കുന്നു. ഇവളെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ നേതാക്കന്മാരുൾപ്പെടെ എല്ലാം കാണിക്കുന്നതെല്ലാം കഴിഞ്ഞ നാളുകളിൽ കാണിക്കുന്നതെല്ലാം തോന്നിവാസമാണല്ലോ. സാധാരണക്കാരന് നീതിയില്ലല്ലോ, നീതി ലഭിക്കത്തുമില്ല. ഇപ്പം പോലീസിനെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസും അവരുടെ കൂടെ നിൽക്കുകയുള്ളൂ. ഈ ഭാര്യ മരിച്ചുപോയി, ഒരു കുഞ്ഞുള്ള ഒരു മനുഷ്യൻ ഈ രാത്രിയിൽ അവൾ കൊടുത്ത പരാതിയുടെ വെളിച്ചത്തിൽ പോലീസ് സ്റ്റേഷനിൽ ഒരു രാപകൽ അവിടെ ഇരുന്നു. ഇവൾ അതേസമയം പോയിട്ട് ഇവിടെ ഭർത്താവുമായിട്ട് പോയിട്ട് 9 മാസം പ്രായമായ കുഞ്ഞുമായിട്ട് പോയിട്ട് വീട്ടിൽ പോയി AC റൂമിൽ കിടന്ന് അവർ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി. അതേസമയം ഇവൻ ആ പോലീസ് സ്റ്റേഷനിൽ ഈ പാവം പിടിച്ച മനുഷ്യൻ കൊതുകടിയും കൊണ്ട് അവൻ പോലീസ് സ്റ്റേഷനിലിരുന്നു. എവിടെ നീതിയാ സാറേ? ഈ രാജ്യത്ത് നീതിയുണ്ടോ? ഈ രാജ്യത്ത് നീതി ലഭിക്കുമോ? സാധാരണക്കാരൻ എങ്ങനെ ജീവിക്കും? അതുകൊണ്ട് എൻ്റെ വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം, ഇവരെ 2 എണ്ണത്തിനുമെതിരെ കേസെടുത്ത് ഇവരെ 2 പേരെയും കൽത്തുറങ്കിൽ അടയ്ക്കണം എന്നുള്ള ഒരഭിപ്രായമാണ് എൻ്റെ. ഒരു MLA ആയിപ്പോയതുകൊണ്ട് എന്ത് തോന്നിവാസം കാണിക്കാമെന്നും ചെറുപ്രായത്തിൽ തന്നെ പാർട്ടിയുടെ എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടി ഒരു മേയറായി എന്ന് കരുതി എന്ത് അഹങ്കാരവും ധാഷ്ട്യവും കാണിക്കാമെന്ന് അവർ വിചാരിച്ചിരിക്കുന്നുവെങ്കിൽ അത് അങ്ങേയറ്റം തെറ്റാണ്.
മിസ്റ്റർ സുനിൽ മാത്യു ഈ പറയുന്നതായ ചാനലിൽ കൂടെ പുറപ്പെടുവിക്കുന്നതായ ജാതി മതഭേദ രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി അങ്ങ് പ്രതികരിക്കുന്നത് ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവിധ അഭിനന്ദനങ്ങളും അങ്ങേ അറിയിക്കുന്നു. ഇതിനെതിരെ നടപടിയെടുക്കണം. ഈ ഡ്രൈവർക്ക് വേണ്ട എന്ത് സഹായം വേണമെങ്കിലും നിയമപരമായിട്ട് വേണമെങ്കിൽ അങ്ങനെയുള്ള ചാനൽ ഉൾപ്പെടെ അതിനെ ആ പാവം പിടിച്ചവന് പിന്തുണ കൊടുക്കണം. കോഴിക്കോട് ജില്ലയിൽ നിന്ന് വിളിക്കുക. പേര് ജോസ്. ഞാൻ നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് വിളിക്കുകയാണേ. അപ്പൊ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഈ പെണ്ണുങ്ങള് ആണുങ്ങൾ എന്ത് കാണിച്ചാലും ഒരു ആംഗ്യം കാണിച്ചാലും എല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവരെ ഇങ്ങനെ സൃഷ്ടിച്ചു വെച്ചിരിക്കുക നിയമമല്ല. അപ്പൊ എന്തൊരു അവസ്ഥയാ ഒരു പുരുഷന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അവസാനം എടുത്ത് പ്രയോഗിക്കുന്ന ആയുധമല്ലേ ഇത്. ഒരു പുരുഷന്മാരെന്ത് ചെയ്യും? ആംഗ്യം കാണിച്ചാൽ ഇല്ലാത്ത ആംഗ്യം. എന്നാ പിന്നെ എല്ലാ തെളിവുകളും അവര് പുറത്തു വിടണ്ടേ? ബസ്സിൽ 3 ക്യാമറ ഉണ്ടല്ലോ, എന്തിയാ പുറത്തു വിടാത്തെ? എന്റെ പേര് രാധ. ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വിളിക്കുന്നത് സാറേ. എന്താ സാറേ, നമ്മളെ നാട്ടിൽ എന്താ ഈ CPM-കാർക്ക് മാത്രമേ നടക്കാൻ പാടുള്ളൂ? പാവം ആ ഒരു പയ്യൻ യദു പറഞ്ഞ ആ ഡ്രൈവർ, മേ ബി യദുവിന്റെയും കൂടി വോട്ട് കിട്ടിയിട്ടാവും അവള് മേയറായിട്ടുണ്ടാവുക. അവൾ ആ അധികാര കസേര ഉപയോഗിച്ചിട്ട് പാവം ആ പയ്യനെ എത്രയധികമാണ് ക്രൂശിക്കണത്. ആ പയ്യൻ അതിന്റെ കുട്ടിയെ നോക്കാനും അമ്മയെ നോക്കാനും പാവം ജോലി എടുക്കുന്നു. ഇവള് ഇവള് പ്രൈവറ്റ് അവനവന്റെ പേഴ്സണൽ കാറിൽ വരുമ്പോൾ ഇവള് വരുമ്പോഴേക്കും എല്ലാവരും തിരുവനന്തപുരത്ത് പോണ ആൾക്കാരെല്ലാം മുണ്ട് കുത്തഴിച്ചു നിന്ന് ഓച്ചാനിച്ച് നിക്കണമെന്നുണ്ടോ? അവൾ എന്താ വിചാരിച്ചിരിക്കണത്? അവൾ ആരാണെന്ന് അവളുടെ വിചാരം? അവൾ എന്താണെന്ന് ലോകത്തിലെ എല്ലാവർക്കും ജീവിക്കണം. ഇവളെക്കാട്ടിലും എത്ര ഉന്നത പദവിയിലിരിക്കണ എത്ര ആൾക്കാരുണ്ട്. ഇത് ഈ അല്പന അർത്ഥം കിട്ടിയ അൽദരാത്തേക്കും കൊട പിടിക്കും എന്ന് പറഞ്ഞത് ഇതിങ്ങനത്തെ ന്യൂസൊക്കെ കാണുമ്പോൾ, ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വിളിക്കണത്. ഞാൻ ഒരു ആർമിക്കാരന്റെ ഭാര്യയാണ്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തോ നെഞ്ഞു പൊട്ടുകയാണ് ചെയ്യണത്. അപ്പൊ നമ്മൾ നാട്ടിൽ ആർക്കും വന്ന് ജീവിക്കേണ്ടെന്നുണ്ടോ? എനിക്കും ഉണ്ട് മക്കള്, എന്റെ മരുമകനും ഒക്കെ തിരുവനന്തപുരത്തുകാരനാണ്. നമ്മൾ ജീവിക്കേണ്ടെന്നുണ്ടോ? ആ മക്കൾക്ക് ജീവിക്കണ്ടേ? ഇവളെ പോലുള്ള ആൾക്കാർക്ക് മാത്രം ജീവിച്ചാൽ മതിയോ? ഇവൾ എന്താ വിചാരിച്ചത്? ഇവളുടെ കെട്ടിയോനെ ആദ്യം അറസ്റ്റ് ചെയ്യാ വേണ്ടത്. ഞാൻ ആലുവ അടുത്തുനിന്നാണ് വിളിക്കുന്നത്. എൻ്റെ പേര് പത്മകുമാർ. പാവപ്പെട്ട ഒരു KSRT ജീവനക്കാരനെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് വളരെ തെറ്റായ രീതിയാണ്. അദ്ദേഹത്തെ കണ്ടാൽ തന്നെ അറിയാം. അത് തന്നെയല്ല, ഇവരൊക്കെ ഈ അധികാരത്തിന്റെ മേലിൽ ഇത്രയും ഈ ക്രൂരമായ പരിപാടികൾ ചെയ്യുന്ന ഒരിക്കലും ശരിയല്ല. പാവപ്പെട്ട ആ മനുഷ്യൻ ഈ രാത്രിയും പകലും ഇല്ലാതെ, ഈ ചൂടും തണുപ്പും ഇല്ലാതെ ഇന്ന് വണ്ടി ഓടിച്ച് വന്നിട്ട് അദ്ദേഹത്തെ ഇങ്ങനെ ഒരാവശ്യമില്ലാത്തുള്ള കേസുകൾ എടുപ്പിക്കുക, അത് വളരെ സങ്കടപരമായിട്ടുള്ള ഒരു കാര്യമാണ് സാറേ. തീർച്ചയായിട്ടും മേയറെ വിടരുത്. മേയർ അഹങ്കാരമാണ് മേയർക്ക്. തെറ്റ് ചെയ്താൽ തെറ്റെന്ന് സത്യസന്ധമായിട്ട് തന്നെ ഇത് മുന്നോട്ട് പോകണം. ഈ രാത്രി 10 മണിക്ക് ആ ഡ്രൈവറെ ലൈംഗികചേഷ്ട കാണിച്ചതെന്ന് പറയുന്ന ആ സ്ത്രീയെ കാറിനകത്തിരുന്ന് എങ്ങനെ കണ്ടു? ബസ്സിനകത്തിരിക്കുന്ന ഒരു ഡ്രൈവർ എന്ത് കാണിച്ചാലും അവർ കാണുന്ന അവരുടെ നിങ്ങൾ ഇത് ഇത്തരം പറഞ്ഞതുകൊണ്ട് മാത്രം ഞാനിത് വിളിച്ചു പറയായിരുന്നു. ഈ ന്യായമല്ലാത്ത ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഏതായാലും നിങ്ങൾ അവരുടെ ഈ അന്യായമായ കാര്യങ്ങളൊക്കെ വിളിച്ചു കാണിക്കുന്ന ചാനലിന് വേണ്ടി ഞാൻ അഭിനന്ദിക്കുന്നു. സാറേ, ഞാൻ ചാലക്കുടി ജോയിന്ന് എൻ്റെ പേര്. സാറേ, ഞാൻ 44 വർഷമായിട്ട് ഇപ്പോഴും സ്കൂൾ ബസ് ഓടിച്ച ഡ്രൈവറാണ്. സ്കൂൾ ബസ്സിന് 67 വയസ്സായി എനിക്ക്. അതായത് ആ വണ്ടി ഫ്രണ്ടിൽ കൂടെ പോകുമ്പോൾ ചെറിയൊരു കാറ് ഫ്രണ്ടിൽ ചെന്നിട്ട് അവർ ഈ ഡ്രൈവർ ചേഷ്ട കാണിച്ചെന്ന് പറയില്ല മറ്റേ മേയറെ. ആ സമയത്ത് ഈ ഹെഡ്ലൈറ്റിന്റെ വെളിച്ചം കൊണ്ട് എങ്ങനെ ആ ചേഷ്ട കണ്ടു എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് സാറേ. ഫ്രണ്ടിൽ നിൽക്കുന്ന ഈ വലിയ വണ്ടിയുടെ ഹെഡ്ലൈറ്റിന്റെ വെളിച്ചത്തില് അവിടുന്ന് ഈ ഡ്രൈവർ കാണിക്കുന്ന ചേഷ്ട എങ്ങനെയാ സാറേ കാണുന്നത്? ഒരിക്കലും കാണാൻ പറ്റില്ല. നമ്മളെ കണ്ണും മഞ്ഞളിച്ചിട്ട് കാണാൻ പറ്റില്ല. പിന്നെ ഇതുപോലെ ഓരോ നഗ്നമായ സത്യങ്ങളെയൊക്കെ വളച്ചൊടിക്കുന്ന അവര് ഗോവിന്ദ മാഷെ പോലുള്ള ആൾക്കാര് ഇത്രയും നഗ്നമായ സത്യം ആ സ്ത്രീ കണ്ടിട്ട് അങ്ങനെ വട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അതൊക്കെ ഒന്ന് ആലോചിച്ച് സാറേ, ഇങ്ങനെ ഒരു പാവങ്ങളെ ജീവിക്കാനായിട്ട് ഇവര് ജീവിക്കാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള കള്ളുകളെയൊക്കെ വേണം ഏറ്റവും മേളത്തെ സ്ഥാനത്ത് കയറ്റി ഇരുത്താൻ. ഈ നുണേനെയും നുണച്ചയും കൂടെ ഉണ്ടല്ലോ, എന്തോ ചെയ്യണമെന്ന് പറയാൻ പറ്റുന്നില്ല. എല്ലാം അവൻ്റെയൊക്കെ തോന്നിവാസമാണ് ഇപ്പോൾ അഴിഞ്ഞാടുകയാണ് കാണിക്കുന്നത്. ഇതിനെയൊക്കെ ഉണ്ടല്ലോ പിടിച്ച് പുറത്തിറക്കി കളയണം. ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇത് ചെയ്തെങ്കിൽ മാത്രമേ ഈ ലോകത്ത് മനുഷ്യർക്ക് ജീവിക്കാനൊക്കൂ. ഇതൊരു നരകതുല്യമായ കേരളമായി തീർന്നു. ദൈവത്തിൻ്റെ നാടെന്ന് പറയുന്നത് ഇപ്പം നരകത്തിൻ്റെ നാടാക്കി തീർത്തിരിക്കുകയാണ്. അവനെയൊക്കെ പിടിച്ചെടുത്ത് കളയണം. ജീവിക്കാൻ മനുഷ്യനെ അനുവദിക്കത്തില്ല. ജോലി ചെയ്ത് ജീവിക്കുന്നവരെ വെറുതെ ആഭാസത്തരങ്ങൾ പറയുന്ന ഇവരെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അറിയാൻ വയ്യാന്നുണ്ടെങ്കിൽ എടുത്ത് തോട്ടിലെറിയട്ടവനൊക്കെ. ഇതാണ് ചെയ്യേണ്ടത്.
മന്ത്രിക്ക് ഇത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മന്ത്രി എന്തിനാ കസേര ഇരിക്കുന്നത്? അതാണ് ചെയ്യേണ്ടത്. പോലീസ് പിണറായിയുടെ കാര്യമേ ചെയ്യത്തുള്ളൂ. അത് നോക്കിയിട്ട് കാര്യമില്ല. ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ സ്ഥലം മുണ്ടമ്പേരി ജോസഫ് കുഞ്ഞുമോൻ. ഈ ജനങ്ങൾക്ക് എല്ലാവർക്കും ഒരേ നിയമമല്ലേ? അപ്പൊ അതിന് പകരം അവരെ മാത്രം അറസ്റ്റ് ചെയ്യാത്തത് ഭയങ്കര ഒരു കഷ്ടമായി പോയി. അപ്പൊ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള പൊതുത്തില് ഇങ്ങനെ ചെയ്തതിനെ അവരെ ശിക്ഷ മേടിച്ചു കൊടുക്കണം എന്ന് എനിക്ക് ഒരു ഇതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് വിളിച്ചത്, സാറിനെ വിളിച്ചത്. അപ്പൊ ഇനിയും ഇങ്ങനെയുള്ള സംഭവത്തിന് ഞങ്ങളെ അറ്റൻഡ് ചെയ്യും. എറണാകുളത്താണ് ഏറ്റവും വലിയ തെറ്റ് ചെയ്ത അവരാണ്. കാരണം റോഡ് നിയമങ്ങളൊക്കെ തെറ്റിച്ചുകൊണ്ട് ഈ സീബ്ര ലൈനിലൊക്കെ വണ്ടി കയറ്റിയിട്ട് ഇത്രയും ജനപ്രതിനിധിയായിട്ടുള്ളവർ തെറ്റ് ചെയ്യുമ്പോൾ അവർക്കെതിരെ ഒരു നടപടിയില്ല. അപ്പൊ റോഡ് നിയമം എല്ലാവർക്കും വേണ്ടതല്ലേ? ഇപ്പൊ അവൻ തെറ്റ് ചെയ്തെങ്കിൽ എന്തെല്ലാം മാർഗങ്ങളുണ്ട്. പ്രജയ മേഖലയിൽ നമുക്ക് ഭയങ്കരമായ ആത്മരക്ഷമുണ്ട്. പക്ഷെ നമുക്ക് പ്രകടിപ്പിക്കാൻ ഒരു മാർഗമില്ല. കാരണം അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പൊ ഇതിനെ നിങ്ങളെപ്പോലുള്ള റിപ്പോർട്ടർമാരും ശക്തമായിട്ട് ഇതിന് ഒരു പ്രതികരണം കൊടുക്കണം. ഡ്രൈവർക്ക് ഫുൾ സപ്പോർട്ട് കൊടുക്കണം എന്ന് പറയാനില്ല, അവന് തെറ്റേണ്ട ശിക്ഷിക്കട്ടെ. പക്ഷെ ഇതിൽ ചെയ്ത തെറ്റിന് അതിന് ഉചിതമായ നടപടി ഉണ്ടാവണം. അപ്പൊ അതാണ് നമ്മുടെ ആഗ്രഹം. ഞാനിപ്പോ എറണാകുളത്താണ് വിളിക്കുന്നത്. ഇത് ജോർജാണ്, എറണാകുളത്തു നിന്ന് വിളിക്കുന്നത്. ഇതിൽ മേജർ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. മേയറുടെ മുന്നിൽ നിന്ന് ആ ഡ്രൈവർ പോക്കറ്റിൽ നിന്ന് എന്തോ ലഹരി പദാർത്ഥത്തിന്റെ കവർ എടുത്ത് പുറത്തോട്ട് എറിഞ്ഞാണ്. അപ്പൊ ഇത് കേൾക്കുന്നവർക്ക് തീരെ തലയ്ക്കകത്ത് ബുദ്ധിയില്ലെന്നാണോ അതോ അവരും അരിയാഹാരം അല്ലേ കഴിക്കുന്നത്? അതായത് ഒരുത്തൻ പുറത്ത് നേരെ ഡ്രൈവർ സീറ്റിൽ നിന്ന് ഇറങ്ങി വന്ന് മേയർ നിൽക്കുന്നിടത്ത് ഈ പോക്കറ്റിലെ കടലാസ് എടുത്ത് എറിയുകയാണ്. അത് എന്തോ ആണെന്ന് മേയർക്ക് ഉടനെ പിടികിട്ടി, അത് ലഹരി പദാർത്ഥത്തിന്റെ കവറാണ്. ഇതൊക്കെ എന്തോ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയാണ് സുല്ലേ. അതാണ് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഏതോ ഊള വക്കീല് പറഞ്ഞു കൊടുത്ത കേസ് വിലക്കാൻ വേണ്ടി പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ പറഞ്ഞാൽ ഇവൾ ഓർത്തതെല്ലാം അങ്ങ് അത് സുനിൽ, അത് പുറത്ത് പോക്കറ്റിൽ നിന്ന് ഇങ്ങനെ ഒരു കടലാസ് പറന്നു പോകുന്നപ്പോൾ തന്നെ അറിയാം. അപ്പൊ ഇവൾ ഇത് ഉപയോഗിക്കുന്ന ആളാണെന്നാണോ ഇതിന്റെ അർത്ഥം? എനിക്ക് മനസ്സിലാകുന്നില്ല. പെട്ടെന്ന് ഒരു കടലാസ് കാണുമ്പോൾ അതും ആ വെളിച്ചം കുറവുള്ള സ്ഥലത്ത് നിന്നാലും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അത് ലഹരി പദാർത്ഥത്തിന്റെ കൂടാണ്. സുനിൽ, ഇത് ഏറ്റവും ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാം. ഇപ്പൊ ഇത് പൊതുജനത്തിന്റെ പൈസ, ട്രാൻസ്പോർട്ടിന്റെ ഒക്കെ കോസ്റ്റ് എന്ന് പറയുന്നത്, അതിൽ ഉണ്ടായ നഷ്ടം ഇപ്പൊ ഒരു സാധാരണ മനുഷ്യന്റെ ആയിരുന്നു അതിന്റെ നഷ്ടപരിഹാരവും കാര്യങ്ങളും കൊടുക്കണ്ടേ, അത് ഇവരുടെ നിന്ന് വസൂലാക്കണം. അല്ലാതെ പിന്നെ എന്തിനാണ് നമ്മുടെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? എന്റെ പേര് ബിനോയ്, ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. ഞാൻ ഇപ്പൊ ഈ അന്തം കമ്പനിയുടെ ഒരു ഷോ കാണിച്ച ആ രീതി കണ്ടിട്ട് വളരെയധികം ഒരു എക്സൈറ്റഡ് ആയിട്ട് ഞാൻ വിളിക്കുകയാണ്. ഒരാളിപ്പോ എന്നെ തെറി വിളിച്ചു, തിരിച്ച് ഞാനും തെറി വിളിച്ചു. ആരാണ് നീറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തോന്ന് മറുപടി പറയാ? താങ്കളുടെ ആ ഒരു ഇത് കണ്ടപ്പോ ആ പാവപ്പെട്ട ഡ്രൈവറോട് ശമ്പളം പോലും കൊടുക്കാത്ത ഈ ഇവരെ എന്തോന്ന് പറയണ്ടേ? ഞാൻ അത്രയ്ക്കധികം രോഷാകുലനായിട്ട് വിളിക്കുക. ഈ പാവങ്ങളെ കഷ്ടപ്പെടുത്തിയിട്ട് ഇവർ ശമ്പളം പോലും കൊടുക്കാത്ത ഈ പാവത്തിനെ ഒരു മേയർ, ആരാധ്യയായ ഇവള് എവിടുത്തെ ആരാധ്യയാണ് ആരാധ്യയായ മേയർ, എന്നിട്ട് ഭർത്താവും കൂടി ചേർന്ന് ഒരു പാവപ്പെട്ടവനെ, ഒരു അമ്മയില്ലാത്ത കുഞ്ഞിനെ നോക്കുന്ന ഒരു പാവപ്പെട്ടവനെ വളരെയധികം മൃഗീയമായി തന്നെ വേണമെങ്കിൽ ബുദ്ധിമുട്ടി. അന്ന് ആ രാത്രി ഈ പാവപ്പെട്ടവനെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഉറക്കമില്ലാതെ ഇരുത്തിയെന്നും കൂടി ഇപ്പൊ താങ്കൾ പറയുന്നത് കേട്ടപ്പോഴാണ് എനിക്ക് അതിന്റെ ഗൗരവം ഞാൻ വളരെയധികം മനസ്സിലായത്. ഇവര് വിളിച്ച് ചോദിച്ചിട്ട് പോലും ആ പാവപ്പെട്ടവൻ വളരെ ദയനീയമായിട്ട് മറുപടി പറഞ്ഞിട്ടും ഇവരൊരു കരുണയില്ലാത്ത ഒരു മൃഗത്തിനെ തന്നെ അവിടെ ഈ മേയറാക്കി വെച്ചല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കഴിഞ്ഞു ഇവന്റെയൊക്കെ അവസാനത്തെ ഒടുക്കത്തെ ഭരണം ഇതോടുകൂടി തീർന്നു. ഇതിനൊക്കെ താങ്കളുടെ ഓരോ ഇതും ഞാൻ കാണാറുണ്ട്, എല്ലാം ഞാൻ ഇത് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത്രയും ധൈര്യമായിട്ട് വളരെയധികം സത്യസന്ധമായിട്ട് ഒരു മുഖം നോക്കാതെ, ഒരു പാർട്ടി നോക്കാതെ, ഒരു വ്യക്തിയെയും ഒരു അധികാരത്തെ നോക്കാതെ കൃത്യമായി അതിന്റെ യഥാർത്ഥ വശത്തോടു കൂടി പ്രതികരിക്കുന്ന താങ്കളെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. എത്ര അഭിനന്ദിച്ചാലും വെറുതെ പുകഴ്ത്തുന്നതല്ല, എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഞാൻ പറയാണ്. പക്ഷെ ഈ വ്യക്തികളെ രണ്ടെണ്ണത്തിനെയും കയ്യാമം വെക്കുന്നത് വരെ ഈ രാജ്യത്തിന് ഒരു സമാധാനവും കിട്ടത്തില്ല. എങ്ങനെയെങ്കിലും ഒന്ന് പ്രതികരിച്ച് ഇതിനെ രണ്ടിനെ ഒന്ന് അകത്താക്കാനുള്ള എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോ എന്ന് ചിന്തിക്കണം. കാര്യം ഇവനെ ഒന്ന് കൊള്ളാം, അത് മാത്രം നടക്കാത്ത കാര്യം. കാരണം ഇവർക്കെതിരെ ഈ അന്തം കമ്മികൾ ഒരു ആക്ഷൻ എടുക്കത്തില്ല. ഇന്ന് അവര് അവിടെ ഇരുന്ന് കരയുന്ന കണ്ടു. അതാണ് ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റാവുന്ന മറുപടി. കാരണം ഇവരുടെ പാർട്ടിയും ഇവരുടെ സംവിധാനങ്ങളും ഒക്കെ ഇവരെ രക്ഷിക്കാൻ നോക്കുമ്പം ഇതുപോലെ പൊതുജനങ്ങൾ വലിച്ചു കീറണ കേട്ട് അതേ നടക്കത്തുള്ളൂ. അതാണ് ഇവർക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ ശിക്ഷ. ഇത്രയും പൊതുമേഖലാ സ്ഥാപനങ്ങൾ നശിപ്പിച്ച് ഇത്രയും നശീകരണത്തിന്റെ ഒരു പാർട്ടിയായി മാറിപ്പോയില്ലെന്ന് ഒരു തൊഴിലാളി വർഗ സംഘടനയുടെ നേതാവ്
30 കാറിൽ ഇളിഞ്ഞ് നാണമില്ല. ഇതൊക്കെ കേട്ട് കേട്ട് മനുഷ്യനെ എന്താ ചെയ്യണ്ടേന്നൊരു പിടിയില്ലാതിരിക്കുകയാണ്. ഇതിനെതിരെ ശക്തമായിട്ട് എല്ലാ മാധ്യമങ്ങളും സത്യസന്ധമായിട്ടൊന്ന് എവിടെ എല്ലാ മാധ്യമ താങ്കൾ ഒഴികെ ഒരു മാധ്യമത്തെ ഞാൻ വിശ്വസിക്കുന്നില്ല, ഒറ്റ മാധ്യമത്തെ. ഞാൻ കൊട്ടാരക്കര നിന്ന് വിളിക്കുകയാണ്. പേര് തമ്പി ജോർജ്. ഞാനൊരു ഹെവി ലൈസൻസ്, ഞാൻ വണ്ടിയൊക്കെ ഓടിക്കുന്ന ഒരാളാണ്. തൃശ്ശൂരിൽ നിന്ന് രാവിലെ 2:30 വണ്ടി അവിടുന്ന് എടുത്തിട്ട് അന്ന് രാത്രിയിൽ ഏകദേശം ഒരു 11 മണിയാകുമ്പം സ്റ്റാൻഡിലെത്തും. ആ ഒരു സമയം ആ ഒരു മനുഷ്യൻ, ഞാൻ പലപ്പോഴും യാത്ര ചെയ്തിട്ടുണ്ട്, വണ്ടിയിലും ബസ്സിലും എല്ലാം യാത്ര ചെയ്തിട്ടുണ്ട്. ഒരു മനുഷ്യന് പ്രാഥമിക കാര്യങ്ങളൊക്കെ ഇല്ല, ഒരു മൂത്രം ഒഴിക്കണ ആ മൂത്രം ഒഴിക്കാനും എങ്ങും ഒരു ഡ്രൈവർ ഇറക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അത്രയും ബുദ്ധിമുട്ടി ഒരു ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴേ ആ മനുഷ്യനെ അത്രയും സമയം വണ്ടി കുറുക്കയിട്ട് ആ വിഷയങ്ങൾ ഉണ്ടാക്കി ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഒരു അപമാനം വരുത്തി വെച്ചേക്കില്ല. അത് ഇതിനൊക്കെ എന്ന് പറഞ്ഞാല് നിങ്ങളെ പോലുള്ള ചാനല് ഭംഗിയായിട്ട് നിങ്ങൾ ഈ വിഷയം ഈ ലോക ജനതയുടെ മുമ്പിലാണ്, നമ്മൾ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലല്ല ലോകം മൊത്തം കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ ഇന്നലെ ആ ഏഷ്യാനെറ്റിലെ ബിനു ഒരു നയിച്ച ഒരു ചർച്ചയില് ഈ കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് പലരും നമ്മുടെ സുപ്രീം കോടതി അഡ്വക്കേറ്റ് അഭിലാഷ് ഇങ്ങനെയുള്ളവരുമായിട്ടൊക്കെ ചർച്ച ചെയ്തപ്പോഴേ എന്ത് ഭംഗിയായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചു. അതുപോലെ തന്നെ നിങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇത് നമ്മുടെ നാടിന് ഇനിയെങ്കിലും ഇതുപോലൊരു അപമാനം ഉണ്ടാക്കാതെ ഈ ഡ്രൈവർമാർക്കൊരു അവരെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാതെ ജനങ്ങൾ വേണം ഇതെല്ലാം സഹകരിച്ചു പോകാൻ. അതിപ്പോ ആരോ ആയിക്കോട്ടെ, രാഷ്ട്രീയ എങ്ങനെയുള്ള ഒരാളായാലും ഇങ്ങനൊന്നും കാണിക്കാൻ പാടില്ല നടു റോഡില്. അതും വളരെ തെറ്റായിപ്പോയി. ആ മനുഷ്യനെ പിടിച്ച് പിറ്റേന്ന് 10:30 വരെ ആ സ്റ്റേഷനിൽ ഇരുത്തുമെന്ന് പറഞ്ഞാൽ അതിലും ഭയങ്കര തെറ്റായിപ്പോയി. അന്നേരം തന്നെ ആ തമ്പാനൂർ ബസ് നിർത്തിയിട്ട് കൊണ്ടുവന്നിട്ട് ഇവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം. അപ്പം ഈ ഒരു മനുഷ്യന്റെ ജീവിതം തകർക്കുക എന്നുള്ളതാണ് ഇവരുടെ എല്ലാം ലക്ഷ്യം. അതൊരിക്കലും പാടില്ല. നിങ്ങളെ പോലുള്ളവര് ഇതുപോലുള്ള ചാനൽ, എല്ലാ ചാനലും ഒന്നും കാണിക്കുന്നില്ല. ഇതൊന്നും എല്ലാവരും ബാക്കിയുള്ള പാർട്ടിയിൽ നിന്ന് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി അവിടെ പോയി എന്ന് പറയുന്നതല്ലാതെ ഇതുപോലുള്ള ലോകം കാത്തിരിക്കുന്ന വാർത്തകള് അത് അവതരിപ്പിക്കുക എല്ലാ ചാനലുകൾ ചെയ്യുന്നത്. നിങ്ങളെ പോലുള്ളവർ ഇത് കാണിക്കുന്നതിൽ അങ്ങേയറ്റം ഞാൻ ഈ അഭിമാനം കൊള്ളുന്നു. ഞാൻ തോമസ് ഈശോ. ഏതായാലും ഈ തിരുവനന്തപുരത്തെ മേയർ കാണിച്ച തോന്നിവാസം എന്തായാലും ആ ബസ്സിലെ CCTV റെക്കോർഡിംഗ് ഉണ്ട്. അത് നഷ്ടമായി പോകാതിരിക്കുവാൻ ചാനലുകാരെല്ലാം പബ്ലിക്കിനെ അറിയിച്ചാൽ വളരെ ഉത്തമമായിരിക്കും. ഈ അഹങ്കാരത്തിൽ എൻ്റെ പേഴ്സണലായ പ്രതികരണം ഞാൻ രേഖപ്പെടുത്തുന്നു, വിരോധം ഞാൻ രേഖപ്പെടുത്തുന്നു. മേയർ കാണിച്ചത് ഒട്ടും ശരിയല്ല. സ്ഥിരമാകാത്ത ഒരു ഡ്രൈവർ, അവനും ഫാമിലിയുണ്ട്. പക്ഷെ ഇവർക്കതൊന്നും അറിയേണ്ട കാര്യമില്ല. CPM അനുകൂലിയായിരുന്ന ഞാനും ഇപ്പോൾ ഈ CPMകാരുടെ ഈ പ്രവർത്തനത്തെ ശക്തമായി എതിർക്കുന്നു. അധികാരം ഉള്ളതുകൊണ്ട് അവർക്ക് എന്തുവാകാം, എന്തും ചെയ്യും. പലരുടെയും സ്ഥിതി ഇതൊക്കെ തന്നെ. ഗണേഷ് കുമാർ ഇത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്താൽ ശരിയായ നീതിന്യായം ഈ ഡ്രൈവർക്ക് കിട്ടും. ഈ റെക്കോർഡ് പോലീസുകാരോ KSRTCക്കാരോ നശിപ്പിക്കാതെ ഇരുന്നാൽ മാത്രമേ അവന് നീതി കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ശക്തമായി പ്രതികരിക്കുന്നു. സുനിലിന് ചെയ്യാവുന്ന രീതിയിൽ. സുനിൽ എൻ്റെ ചാനലിൽ മിക്കവാറും എല്ലാം ഞാൻ കാണുന്നുണ്ട്. പാർവതി, പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം. ആ മേയറും അവളെ കൂട്ടുകാരും കൂടിയിട്ട് ആ ബസ്സിൽ കയറി അതിനെ അടിച്ചു കൊന്നാൽ അതിൻ്റെ അമ്മയ്ക്ക് പോവും. അവരെല്ലാവരും കൂടി മദ്യത്തിൻ്റെ ഇതിലാണ്. എല്ലാവർക്കും ഈ കാണപ്പെട്ടവർക്കൊക്കെ അങ്ങനെ തന്നെ തോന്നുന്നു. ആ CCTV കാണുന്നവർക്കൊക്കെ എല്ലാവർക്കും അങ്ങനെ തന്നെ തോന്നുന്നു. ശരിക്കും ഒന്നും പറയുകയാണെങ്കിൽ ഒരു പോലീസ് എന്ന് പറയാൻ അറപ്പ്. കാരണം എന്താ വിചാരിച്ചാൽ ഈ പോലീസിനെ നിയമിച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ നിയമത്തിൽ കൂടെ പോലീസ് നടക്കുകയാണെങ്കിൽ ഏതവൻ്റെ അടുത്ത് തെറ്റ് കണ്ട ആ തെറ്റ് FIR എടുക്കേണ്ടത് ഇത് പോലീസുകാരാണ്. അവരെ ചെയ്തില്ല. അതെന്ത് അവരെ പൈസയുടെ തളപ്പ് കൊണ്ട് അവരെ ചെയ്തില്ല. അവർക്ക് കുറച്ച് പൈസ കിട്ടിയാൽ മതിയല്ലോ. അത് നേരെ നിന്ന് ഈ മേഡത്തിൻ്റെ കുറച്ച് കാശ് കിട്ടിയാലും അവരെ കുടുംബം നന്നായി ഇതാവും. ഇവനെങ്ങനെയായാലും വേണ്ടില്ല. അപ്പം എൻ്റെ കുടുംബം എന്നുള്ള ചിന്തയുള്ളൂ. എൻ്റെ കുടുംബത്തെ അവർ മറ്റൊരു കുടുംബം എന്നുള്ളത് ചിന്തിക്കുന്നില്ല. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ആ പോലീസുകാർ അപ്പം തന്നെ അതിൻ്റെ കാര്യങ്ങൾ ഇതായിട്ടുണ്ടെങ്കിൽ ഈ കുട്ടി ഇങ്ങനെ നടക്കേണ്ട വല്ല കാര്യമുണ്ടോ? അവൻ പറയുമ്പോൾ തന്നെ വലിയവർ തന്നെയാണ്. പഴങ്കഞ്ഞി കുടിച്ചിട്ടാണ് ഞാൻ വലുതായി എന്നുള്ളത് മന്ത്രിക്ക് പോലും അറിയില്ല. ഒരു കസാലയിൽ ഇരുന്ന് തിരിയുമ്പോഴും മറ്റുള്ളവർ ഒരു ഉറുമ്പായിട്ട് കാണുകയാണ്.
ഈ പാവങ്ങളെ എന്തിനാണ് ഇങ്ങനെ ഇട്ട് നരകടിപ്പിക്കുന്നത്? പാവങ്ങളെ രക്ഷിക്കാനും ജനങ്ങളെ രക്ഷിക്കാനും, അല്ലെങ്കിൽ ജനങ്ങൾക്ക് തെറ്റ് കണ്ട ശിക്ഷിക്കണം. എല്ലാവരും പെണ്ണായാലും ആണായാലും. ഒരു പെണ്ണ് എന്ത് നുണ പറഞ്ഞാലും ചിലപ്പോൾ അവനെ നോക്കിയിട്ടുണ്ടാവുള്ളൂ ഇവളേനെ. അപ്പോഴേക്ക് ഇവളെ എന്തൊക്കെ അങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ ഉണ്ടാക്കി അവൻ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ ദേഷ്യം ഉണ്ടെങ്കിൽ ആ ദേഷ്യത്തിന് ഒരു പെണ്ണ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപ്പം പിടിച്ചെടുത്തു. അവളെ അങ്ങനെ ചെയ്തു. ഇവിടെ അവൻ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല, ഒന്നും പറഞ്ഞിട്ടും ഉണ്ടാവില്ല. പക്ഷെ അപ്പം എന്താ, പെണ്ണുങ്ങൾക്ക് മുൻഗണന കൊടുത്തു. പെണ്ണൊന്ന് കരഞ്ഞു എന്നാലും അത് പെണ്ണുങ്ങൾ നുണ പറയുന്ന മാതിരി ഒരാണുങ്ങളും നുണ പറയില്ല. ഞാൻ മധുരയിൽ നിന്നാണ്. എസ് വേലായുധൻ. ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു കൊളരായ്മ തുറന്നു കെട്ടുന്നൊരു വിഷയമാണ്. എന്തായാലും അവരതേ പറയുള്ളൂ. പിണറായി വിജയനെയും ആര്യ രാജേന്ദ്രനെയും പുത്തിരിക്കണ്ട മൈതാനത്തിൽ വിളിച്ചു വരുത്തി ജനകീയ വിചാരണ ചെയ്യണം. അത് ഒരു പ്രധാനപ്പെട്ട കാര്യം. കോടതി വ്യവഹാരങ്ങൾ വേറെയും. ഇതൊക്കെയാണ് വേണ്ടിയത്. താങ്കളെ അഭിനന്ദനങ്ങൾ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കുന്ന കേരളത്തിന്റെ മുഖത്ത് നോക്കി കാര്യങ്ങൾ തുറന്നു പറയുന്ന ചാനലായതുകൊണ്ട് വളരെയധികം അഭിനന്ദനങ്ങൾ. ആക്ട് ഫോർ റൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ കണ്ടപ്പം വിളിക്കണം തോന്നി വിളിച്ചതാണ്. നിങ്ങളുടെ പ്രതികരണമൊക്കെ കണ്ടു, വളരെയധികം സന്തോഷം. ഇങ്ങനെ തന്നെ പ്രതികരിക്കുക എന്നുള്ളതാണ് ആവശ്യം. വളരെ ഇവരുടെയൊക്കെ ഒരു അധപ്പതനമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പാവം ഡ്രൈവറെ വിളിച്ച് ഇറക്കി അവരുടെ ഹുങ്കും അഹങ്കാരവും ഒക്കെയാണ് കാണിച്ചത്. ഇത്രയും ആൾക്കാർ ഇത് കാണുമെന്ന് പോലും അറിയാം, എന്നിട്ട് പോലും ഇത് കാണിച്ചു വെച്ചാൽ വളരെയധികം മോശമായി പോയി. അല്ലെ, നിങ്ങളുടെയൊക്കെയുള്ള പ്രതികരണം കാണുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. ആരെങ്കിലും ഒക്കെ ഇങ്ങനെ പ്രതികരിക്കാനുണ്ടല്ലോ ഇതുപോലെ പാവപ്പെട്ട ആൾക്കാർ. അതും ഒരു തൊഴിലാളി വർഗ പാർട്ടിയാണ് ഒരു തൊഴിലാളിയോട് കാണിക്കുന്ന രീതി എന്ന് പറയുന്നത്. ഇത്ര മോശമായിട്ടാണ് പെരുമാറിയത് എന്ന് ആലോചിക്കുക. അതുപോലെ ആ യാത്രക്കാരെ അവിടെ നിന്ന് വിളിച്ചിറക്കിയത് ഒരു MLA ചെയ്യേണ്ട പണിയാണോ? യാത്രക്കാരെ അതും രാത്രി ആ സമയത്ത് വിളിച്ച് ഇറക്കി വിടുക. നമ്മുടെ കേരളത്തിലാണ് സംഭവിക്കുന്നത്, നമ്മുടെ കേരളത്തിന്റെ തലസ്ഥാനത്താണ് സംഭവിക്കുന്നത് എന്നൂടെ ആലോചിച്ച് നോക്കുക. എന്തൊരു വൈരുദ്ധ്യം എന്ന് ആലോചിച്ച് നോക്കുക. അപ്പം നിങ്ങളുടെ വളരെ അഭിനന്ദനങ്ങൾ. നിങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ വളരെ സന്തോഷം. ഞാൻ കായംകുളം എന്താ വിളിക്കുന്നത്. എന്റെ പേര് വിനോദ്. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയിലുള്ളതല്ല. പക്ഷെ ഈ രാഷ്ട്രീയ പാർട്ടിക്കാർ ഇവര് ഭരണത്തിൽ നിന്നുകൊണ്ടാണ് ഈ മാതിരി തോന്നിയതൊക്കെ കാണിക്കുന്ന പറഞ്ഞാൽ ഏറ്റവും വലിയ ഇതാ. പക്ഷെ അതിനേക്കാളും ഉപരിയായിട്ട് ഇപ്പൊ പിന്നെ ഈ ഫോണിനകത്ത് വിളിക്കുന്നുണ്ട്. ഈ യാത്രക്കാർ പെണ്ണുങ്ങൾ മാത്രം സർവീസ് ചെയ്ത് തന്ന ഒരു വണ്ടിക്കകത്ത് എത്രയോ പെണ്ണുങ്ങളാണ് ആ വണ്ടിക്കകത്ത്. ആ പെണ്ണുങ്ങൾ പോലും ആ നടുറോഡിൽ ഇറങ്ങി വിടാൻ ഈ MLA എന്ന് പറഞ്ഞവന് അവൻ എന്താ അധികാരം ഉണ്ടായിട്ട്? CPMകാരും BJPക്കാരും ശരിക്കും പറഞ്ഞ വെറും നുണയന്മാരും ശരിക്കും പറഞ്ഞാൽ ഒരു ക്യാരക്ടറും ഇല്ലാത്തവന്മാരാ. CPMകാർ പിന്നെ ഞാൻ പറയാമല്ലോ, അവന്മാർക്ക് യാതൊരു ദൈവവിശ്വാസവും ഇല്ല, യാതൊന്നുമില്ല. അപ്പം പിന്നെ സ്വാഭാവികമായിട്ടും കള്ളമേ പറയൂ. എന്ത് കള്ളം പറയാനും അതിനെ ന്യായീകരിക്കാനും ഇപ്പം ഇവരുടെ മന്ത്രിമാരായ വനിതകൾ പോലും നമ്മൾ കണ്ടിട്ടുണ്ട് സമീപകാലത്ത്. കഴിഞ്ഞ ഒരു 20 വർഷത്തിനിടയിൽ എന്ത് കള്ളത്തരത്തിനും കൂട്ടു നിൽക്കാനും അത് ന്യായീകരിക്കാനും. ഇപ്പം തന്നെ വടകര നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പിന്നെ മോർഫിങ് നടത്തി ഒരു തെളിവില്ലാതെ വെറുതെ അങ്ങ് പറഞ്ഞേക്കുമല്ലേ. ഇതിപ്പം ഓരോ കള്ളങ്ങളും ഈ സ്ത്രീ പറയുന്ന പുറകെ വന്നുകൊണ്ടിരിക്കുക. അവരാദ്യം പറഞ്ഞു കാറ് മുമ്പിൽ സീബ്ര ലൈനിൽ ഇട്ട് പാർക്ക് അങ്ങനെ ചെയ്തില്ല എന്ന്. അത് പൊളിഞ്ഞു. അങ്ങനെ ഓരോ സംഭവങ്ങളും പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കും. ഞങ്ങൾ തർക്കിച്ചേ ഇല്ല, അയാൾ പുറത്തിറങ്ങി വന്നു, അങ്ങനെയൊക്കെയായിരുന്നു പറഞ്ഞത്. അതൊന്നും ഉണ്ടായില്ലല്ലോ. അയാൾ വണ്ടിക്കകത്ത് ഇരുന്നുകൊണ്ട് തന്നെയല്ലേ പറയുന്നത്. അയാൾക്ക് ആ 14 പേര് വണ്ടിക്കകത്തിരുന്നവരാരും ആ ഡ്രൈവർക്കെതിരെ ഒന്നും പറഞ്ഞില്ലല്ലോ. ഇവർക്കെതിരെ കേസെടുക്കണം. ശരിക്കും ഒരു വണ്ടിയുടെ യാത്ര മുടക്കിച്ചു, ആ യാത്രക്കാർക്കുണ്ടാക്കിയ ബുദ്ധിമുട്ട്. ഈ 2 പേർക്കെതിരെ, നിയമപാലകർക്കെതിരെ നേരിട്ട് ഹൈക്കോടതി കേസെടുക്കേണ്ടതാ ശരിക്കും. ഞങ്ങൾ നിലമ്പൂരാണ്, നിലമ്പൂർ മേഖല. എൻ്റെ പേര് പ്രസാദ്. ഞങ്ങൾക്ക് ഇതേമാതിരി തന്നെ ആ ഡ്രൈവറെ കാണിച്ചതിൽ ഞങ്ങൾക്കൊക്കെ ഭയങ്കര വിഷമമുണ്ട്. എന്താ ഇവര് കാണിക്കുന്നത്? പച്ച നുണ പറയുന്നത്. ഇങ്ങനത്തെ ഒരു ഭരണാധികാരിയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? സാധാരണക്കാർക്ക് വണ്ടിയും കൊണ്ട് റോഡിലിറങ്ങാൻ പറ്റുമോ? ഞാനൊക്കെ 10-24 കൊല്ലം വണ്ടി ഓടിച്ച ആളാ. ഒരു KSRTC ബസ് എന്ന് പറഞ്ഞാൽ 100-300 കിലോമീറ്റർ ഓടിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കളിയാണ്. ഒരു കാർ കൊണ്ടുപോകുന്ന മാതിരിയാണ് ഒരു ബസ് ഓടിക്കുന്നത്. ഇതിനകത്ത് ഇത്രയും യാത്രക്കാരെ കൊണ്ടുപോകുന്നതും ഈ യാത്രക്കാരെ കൊണ്ട് ഈ റോഡിന്റെ നമ്മളെ ചന്തക്കുന്നം വന്ന നിലമ്പൂരിന്ന് അപ്പുറേ സ്ഥലം കിടക്കണമെങ്കിൽ 1/2 മണിക്കൂർ പിടിക്കും ഒരു ടൗണിൽ നിന്ന് അപ്പുറത്തേക്ക്. ഇജാതി സ്ഥലത്തെ കൂടി ആ ഡ്രൈവർ രാത്രി മുതൽ നേരം വെളുക്കൊള്ളുന്നിട്ട് അതിനെ പിടിച്ച് നേരം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി നേരം വെളുത്ത് 10:30 വരെ ഇരുത്തുക എന്ന് പറഞ്ഞാൽ എന്ത് കഷ്ടമായത്. ഇതൊക്കെ ഞങ്ങൾക്കൊക്കെ പാടെ ഭയങ്കരമായിട്ട് വിഷമം തോന്നും ആ സങ്കടം കണ്ടിട്ട്. അയാൾക്ക് ഒരു മകനുണ്ട്, ആ മകനെ ഭാര്യ മരിച്ചു, ഒരു കുട്ടിയില്ലാത്തൊരു തന്തയാണ്. ഞങ്ങൾ KSRTC ഇതാണ്
ഇതൊക്കെ സംഗതി ശരിയാ. പക്ഷെ ഞങ്ങൾക്കൊക്കെ ഇത് ഭയങ്കര രോഷമായി കൊള്ളുന്നു. ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഇത്രയ്ക്ക് ഇതേമാതിരി തന്നെ അവരെ ലൈംഗികമായി നോക്കി എന്ന് പറയാൻ മുന്നിലോട്ട് നോക്കണോ, അയാൾ 2 കണ്ണാടിയിൽ ബാക്കിലോട്ടും ഈ സൈഡിൽ നോക്കി. ഞാനൊക്കെ ഡ്രൈവറാ, അങ്ങോട്ടും ഇങ്ങോട്ടും രാത്രി 10:30 അവളെ ലൈംഗികമായി നോക്കാൻ വേണ്ടിയിട്ട് എന്ത് വൃത്തികേടാ ഇവരൊക്കെ പറയുന്നത്. ഇവരൊക്കെ എന്ത് ഭരണാധികാരിയാണ്. ഹേയ്, ലജ്ജ തോന്നുന്നു. അവരെ പേര് പറയാൻ നാണക്കേട്. എന്റെ പേര് കോശി, അടൂരിന്നാ വിളിക്കുന്നത്. ഞാൻ വിളിച്ചത് ഈ യദുവിന്റെ കേസ് തന്നെയാ. യദു പാവപ്പെട്ട ചെക്കൻ, അവൻ എത്ര എണ്ണത്തിന്റെ ഒരു ബസ്സിനകത്ത് 10-30 ജീവനില്ലേ, ആ ജീവനെയും കൊണ്ട് അവൻ ഉറക്കം ഇളച്ച് വന്ന ചെക്കന്റെ അടുത്ത്, അവൻ കൊച്ചു ചെക്കനാ, അവന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് കയ്യാങ്കളി കാണിച്ചിട്ട് അടിച്ച് സൂചിച്ചു വന്ന ഈ ഗ്രൂപ്പ്, ഞാൻ മേയറാ, ഞാൻ MLA ആ, ഞാൻ ഇവക്കൊക്കെ എന്ത് വാലുണ്ടോ? ഇത് മനുഷ്യന് വോട്ട് കുത്തി കൊടുത്തിട്ടാണ് ഇവളെയൊക്കെ മറ്റേ ആ കസേര ഇരുത്തി. അവിടെ ചരിത്രം ഒന്ന് നോക്കട്ടെ, അവളെ എങ്ങനെയാവുന്നത്. അവിടെ അപ്പൻ എന്തുവായിരുന്നു പണി? അല്ലെ അവള് വന്ന വഴി എന്തുവാ? കിടക്കാൻ പോലും ഇടമില്ലാത്തവള് വന്ന് ഈ കോപ്പിനകത്ത് കയറിയ മറ്റേ സാധനത്തിൽ ആളുകൾ വോട്ട് ചെയ്ത് അവളെ പിടിച്ച് ആ കസേര ഇരുത്തിയപ്പോഴത്തേക്കും അവളങ്ങ് ഇവിടുത്തെ റാണിയായോ? പഴയ മഹാറാണി പോലെ. അവിടെ ആ നിപ്പ് കാണണം. അവളാ നിൽക്കുന്ന, ആ രാത്രി നിൽക്കുന്ന ഏണത്ത് കയ്യൊക്കെ വെച്ചിട്ട് അതിന്റെ റൗഡി നിൽക്കുന്ന പോലെ നിൽക്കുന്നത്. ഇവളാണ് മേയർ. പിന്നെ ഇവക്ക് ഒരു കെട്ടിയനെ കിട്ടിയത് അവനൊരു MLA ആയതുകൊണ്ടോ? ഇവനെല്ലാം യൂസ്ലെസ്സുകളാ. അപ്പൊ ഈ മറ്റേ ഭരണം കയ്യിലിരിക്കുന്നതുകൊണ്ട് എന്ത് റൗഡിത്തരവും തെണ്ടിത്തരവും കാണിക്കാന്നുള്ള ഒരു ചെറ്റത്തരം മനസ്സിലുള്ളതുകൊണ്ടായി ഈ കാണിക്കുന്ന റൗഡിത്തരങ്ങളൊക്കെ. അത് മനുഷ്യൻ പ്രതികരിക്കണം. ടിക്കറ്റ് എടുത്ത ആൾക്കാരോട് ഇറങ്ങിപ്പോകണമെന്ന് ഇവൻ പറയാൻ ഇവനാരാ? ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്ത ഒരു വ്യക്തിയോട് അവരുടെ അടുത്ത് ഇവൻ ആരാ? ഇവൻ ഇവിടുത്തെ സ്ഥലം മഹാരാജാവാന്നു, ഒരു MLA ചെയ്യേണ്ട കാര്യമാന്നു. അതിനൊക്കെ നിയമമില്ല ഇവിടെ, ഈ രാജ്യത്ത് നിയമമില്ല. ഈ നിയമത്തിന് അപ്പുറമായിട്ട് ഇവനും അവളും ആണോ ഈ നിയമം കൈകാര്യം ചെയ്യുന്നത്? ഞാൻ ആ ചെക്കനെ, പാവപ്പെട്ട ആ ചെക്കൻ, അവന്റെ സംസാരം കേട്ടാൽ തന്നെ വെറും നല്ലൊരു ചെക്കനാ. എനിക്കങ്ങ് വിഷമം തോന്നുന്നു. അവന് ചുമ്മാതെ കിടന്ന് കൈയും കാലും പിടിക്കും. അവന് കാല് പിടിക്കരുത്. ഞാൻ വേറൊരു ചാനലിൽ ഞാൻ ഒരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. ഒരു കൈക്കോട്ട് എടുത്ത് കളച്ചാലും വേണ്ടില്ല, നിനക്ക് ഈ പണി എന്തോ കോപ്പിലെ പണി, ഇതെന്തോ പണിയാ? ഡ്രൈവർ പണിയല്ലേ? പിന്നെ 715 രൂപയ്ക്കുള്ള പണിയല്ലേ ചെയ്യുന്നത്? അവൻ കൈക്കോട്ട് എടുത്ത് കളച്ചാൽ 1000 രൂപ കിട്ടും. ഈ കോപ്പിനകത്ത് പോവാതെ അല്ലാതെ അതിനെന്തോ ആവശ്യമില്ല. അവന് ഡ്രൈവിംഗ് അറിയാമെങ്കിൽ അവന് വേറെ ഒന്നാന്തരം നല്ല കമ്പനികളിൽ ജോലി കിട്ടും. അത് ഈ പൈസ ഇതിന് കിടന്ന് ഇറങ്ങേണ്ട കാര്യമൊന്നുമില്ല. അതുപോലെ ഈ മനുഷ്യന്റെ ജീവൻ വെച്ച് ഉറക്കം ഉളച്ചവൻ പോകേണ്ട കാര്യമില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമം തോന്നി എന്നുള്ള. അത് പ്രതികരിക്കണം. ഈ വിട്ടുകൊടുക്കരുത്. അതെന്ന് വെച്ചാൽ ഈ 2 എണ്ണത്തിനകത്താക്കണം. ഈ മേലാൽ ഈ അധികാരം വെച്ച് മനുഷ്യർ വോട്ട് കൊടുത്തുകൊണ്ടാണല്ലോ ഈ കയറിയിരുന്ന് ഞെളിയുന്നേ. അത് മനസ്സിലാക്കിക്കൊണ്ട് ഇനി ആ സ്ഥാനത്തു നിന്ന് കളയണം ഈ 2 എണ്ണത്തിന്. ഞാൻ ബഹറിനാണ് വിളിക്കുന്നത്. സുരേഷ്, ഇന്നലെ നടന്ന ആ ഒരു പ്രശ്നമുണ്ടല്ലോ, ആ ആര്യ രാജേന്ദ്രനുമായിട്ട് ആ പാവപ്പെട്ട ഡ്രൈവർ വെറും എന്തോ പറയാം, പിണറായിയുടെ വാക്ക് കടമെടുത്തു കഴിഞ്ഞാൽ വെറും ചെറ്റത്തരമായി പോയെന്നേ പറയാൻ പറ്റുള്ളൂ. ഈ ആര്യ രാജേന്ദ്രൻ എന്ന് പറഞ്ഞ ആ ലേഡി കാണിച്ച ആ പട്ടി ഷോ സത്യം തന്നെ. ആ ഒരു പാവപ്പെട്ട ഡ്രൈവർ, ഞാനും ഒരു ഡ്രൈവറാണ്, പ്രൈവറ്റ് ബസ്സിലെ ഡ്രൈവറാണ് തിരുവനന്തപുരത്ത്. ഇപ്പൊ ഞാൻ ബഹറിലാണ് സാർ. അപ്പൊ വലിയൊരു സങ്കടമുണ്ട്. ഞാൻ ആ പാവപ്പെട്ട ഡ്രൈവറിനെ ഞാൻ സപ്പോർട്ട് ചെയ്യണം. പക്ഷെ സാറ് ഇതേപോലെയൊക്കെ പ്രതികരിക്കുന്നതിൽ സാറ് ശ്രദ്ധിക്കണം. കാരണം പാർട്ടി ലൈഫില് നമ്മളെ വേറൊരു പാർട്ടി ഉണ്ടായിരുന്നില്ല, അയാൾ കഷ്ടം, അയാൾ മരിച്ചു 1 വർഷം കഴിഞ്ഞപ്പോൾ. സാറും അതേപോലെ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, സാറിന്റെ ഇതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കും. പക്ഷെ എനിക്ക് ഇത്ര പറയാനുള്ളൂ, ആ പാവപ്പെട്ട പയ്യന് വേണ്ടി സപ്പോർട്ട് ചെയ്യാണ്. ഈ ഇതേപോലെ കാണിച്ച പട്ടിഷോ ആര്യ രാജേന്ദ്രന്, അതേപോലെ വേറൊരു CPM വേറൊരു ജന്മമുണ്ട്, ആര് ചിന്താ ജെറോം എന്ന് പറഞ്ഞു. ഈ 2 ജന്മങ്ങൾ സത്യം പറയണം കണ്ടല്ലോ, ഉള്ളതൊക്കെ കാണുന്നത് തന്നെ കുറെ അരിച്ചുകൊണ്ട് കാണുന്നു. ഓക്കെ സാറേ, സാർ ഞാൻ ആ പയ്യൻ സപ്പോർട്ട് ചെയ്യും. അതേപോലെ സാറിന്റെ ചാനലിനും സാറിന്. എന്റെ പേര് ചന്ദ്രൻ, മരുതൂർക്കടവാണ്. അത് മോശമായി പോയല്ലോ സാർ. അത് ആ പയ്യനെ കുറിച്ച് അങ്ങനെ, അത് പയ്യൻ നല്ലൊരു പയ്യനായിരുന്നു. സംസാരത്തിൽ നമുക്ക് മനസ്സിലാവും. പക്ഷെ ഈ മേയർ ഭർത്താവും കൂടെ കാണിച്ചത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമല്ലേ സാർ അത് ചെയ്തത്. തീരെ വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാക്കില്ല. പാർട്ടിക്കാരെന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഈ അധംപതനം കാണിക്കുന്നത് ശരിയാണോ? അത് ഒരിക്കലും അത് ശരി, നമുക്ക് പൊതുജനങ്ങൾക്ക് അത് അംഗീകരിക്കാൻ ഒക്കത്തൊരു കാര്യമാണ്. വളരെ മോശമായിട്ട് പെരുമാറിയതിൽ, അവര് മോശമായിട്ട് പെരുമാറിയതിൽ ആ ഡ്രൈവറടുത്ത് നമ്മൾ മാപ്പ് ചോദിക്കാൻ ഒരുങ്ങുകയാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.